ഹായ്. അപ്പം ഇന്നലത്തെ അടി ബാക്കി ഇന്നും ഉണ്ടാവുന്നുണ്ട്. ആദ്യം കളിയും തമാശയിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ അച്ഛൽ പ്രവീണ് ഇവർ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഈ രഗണം വന്നപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ ആര്യൻ അകത്ത് പോയപ്പോൾ എന്നാണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അകത്ത് ജയിലിൻ്റെ അകത്ത് പോയി ഇല്ലടാ ദിശയിൽ പുറത്തിറക്കുമ്പോൾ ഒന്നും പറയില്ല. ഈ ജയിലിൻ്റെ അകത്ത് കയറുമ്പോൾ എന്തായിരിക്കും അവൾക്ക് പ്രേതം കയറുമോ എന്നറിയില്ല. അകത്ത് കയറി കഴിഞ്ഞാൽ അനുമോളുടെ അടുത്ത് നീ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ല, ഇന്ന് ഇങ്ങനെ പറഞ്ഞില്ലെന്ന് തുടങ്ങി. അത് കഴിയുമ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ രഗണം വന്ന് ചോദിക്കും അവൾക്ക് എന്നാണ്. അപ്പം നമ്മുടെ പ്രവീൺ ചോദിക്കുന്നുണ്ട് നിങ്ങളപ്പം ഇന്നലെ അനുമോളെ പറ്റി പറഞ്ഞില്ലേ, അനുമോൾക്ക് ആര്യനോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ അനുമോൾക്ക് പുറത്തൊരു റൈഫിൾ കൊണ്ട് നിങ്ങൾ വിചാരിച്ചിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറേ കാര്യം ചോദിക്കുന്നുണ്ട്. അവർ തിരിച്ചു മറ്റും നമ്മുടെ ഇവളും പെണ്ണിനെ ഡോക്ടർ അവളും കൂടി ഇതിൻ്റെ ഒപ്പം ഒത്ത് നിന്നിട്ട് അവൾ ആര്യനക്ക് ലൈഫില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ദിശയിലേക്ക് ലൈഫില്ലേന്ന് എന്തിനും ഈ ഇന്നലെ പോയ കാര്യം ഇന്നലെ വിട്ടുകളയനല്ലേ. ഈ ഇന്നലെ തൊട്ട് ദിശയിൽ ഇന്ന് ജയിലിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ കയ്യാങ്കളി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനുമോളെ പുറത്താക്കാണ്ടി ഉള്ള പ്ലാനാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആര്യൻ്റെയും ദിശയിലിൻ്റെ പ്ലാനെന്ന് തോന്നുന്നു. ഇല്ല പുറത്ത് നിൽക്കുമ്പോൾ അവൾ ഒന്നും സംസാരിക്കില്ല. ഇന്നലെയും ജയിലിൽ പോയുമ്പോൾ അതാണ് തുടക്കം വെച്ച് ഇന്നും ജയിലിൽ പോകുമ്പോൾ തന്നെ തുടക്കി വെച്ച് അതിന് സപ്പോർട്ടിന് നമ്മുടെ രഗണയും ബെന്നിയും. ഈ ബെന്നി ഇപ്പോൾ ഈ പിള്ളേരൊക്കെ ഇന്ന് വെളിവില്ലാതിരിക്കും. അതിന് പ്രവീൺ ചോദിക്കേണ്ടതാണ്, പ്രവീണാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അനുമോൾക്ക് പുറത്ത് ലൈഫില്ലെന്ന് ചോദിക്കുമ്പോൾ ഉരുണ്ട് കളിക്കുന്നുണ്ട് നമ്മുടെ രഗണ. എൻ്റെ പൊന്നോ കാര്യം ഇന്നലെ കഴിഞ്ഞതാണ്. അപ്പോൾ അനുമോൻ പറയുന്നുണ്ട് ലാലേട്ടൻ ലാലേട്ടൻ വന്നിട്ട് പറയാന്ന് പറയുന്നുണ്ട്. പക്ഷേ ദിശയിൽ പറയുന്നത് നിനക്ക് അവനോട് ഇതുണ്ടായില്ല, നിനക്ക് കിട്ടാതെ അതിൻ്റെ നീ എങ്ങനെ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നോ ഇങ്ങനെയൊക്കെയാണോ. ഇന്നലെ വിഷയം നടന്നത് ഇന്നലെ തീർന്നു. ഇന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ആരും ഇന്നലെ അകത്ത് പോക്കുമ്പോഴും പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്താണ് സംഭവം, ഇതാണ് സംഭവം. എൻ്റെ പൊന്നു എനിക്കറിയാൻ പാടില്ല ഈ പ്രശ്നം ഇങ്ങനെ തീർന്നു തോന്നില്ല. നമ്മുടെ എരുത്തിയിലെ എണ്ണ ഒഴിക്കുമെന്ന് പറഞ്ഞില്ല, അതേപോലെ നമ്മുടെ രഗണ അങ്ങോട്ട് തുടക്കം വയ്ക്കാണ്ട് ഇരുന്ന് നീട്ടുവാണ് ഇരുന്ന്. ഇന്നലത്തെ കാര്യം നമുക്ക് ലാലായിട്ട് പറയുമ്പോൾ തീരുമാനിക്കാൻ പറഞ്ഞ് എല്ലാവരും കൂടി പോയതാണ്. പക്ഷേ ഇന്ന് പിന്നെയും തുടങ്ങുന്നുണ്ട്. എന്താവുമെന്ന് അറിയാൻ പാടില്ല.